നിഫ്റ്റി ഇന്ന് മോർണിംഗിൽ വളരെയധികം മാർക്കറ്റ് വോളറ്റൈലായിരുന്നു. അപ് ട്രെൻഡ് കയറാൻ ശ്രമിച്ചെങ്കിലും മാർക്കറ്റ് തിരിച്ചിറങ്ങിയിട്ടാണ് പ്രോപ്പർ 12:30ക്ക് ശേഷമാണ് സ്ട്രോങ് ബ്രേക്ക് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോയത്. അതുവരെ മാർക്കറ്റ് വളരെയധികം കൺഫ്യൂസിംഗ് ആയിരുന്നു. മോർണിംഗിൽ ചെറുതായിട്ട് കയറിയെങ്കിൽ അവിടെ ട്രേഡ് എടുത്തവർക്കൊക്കെ നല്ല രീതിയിൽ ലോസ് സംഭവിച്ചിട്ടുണ്ടാവും, കാരണം അത്ര വോളറ്റൈലായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റോക്കിൻ്റെ ലേറ്റസ്റ്റ് വേർഷനിൽ അവിടെ ആ അപ് ട്രെൻഡ് കിട്ടിയെങ്കിലും നമുക്ക് ആക്ച്വലി കൺഫേം ആവാതെയാണ് തിരിച്ച് മാർക്കറ്റ് കയറിയത്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇൻ കേസ് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് എക്സിറ്റ് ലെവലിൽ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും നമ്മുടെ സോഫ്റ്റ്വെയർ. അതിൽ വ്യത്യസ്ത കളറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് വേർഷനിൽ. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ നിഫ്റ്റിയിൽ ട്രേഡ് കിട്ടിയത്, അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളത് ഇന്നത്തെ ലൈവിലൂടെ കാണിച്ചിട്ടുണ്ട്. ആണെങ്കിൽ വളരെയധികം മാർക്കറ്റ് വോളറ്റൈലായിരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് 12:30ക്ക് ശേഷമാണ് സ്ട്രോങ് ബ്രേക്ക് ആയിട്ട് നമുക്ക് മാർക്കറ്റ് മേളിലേക്ക് കയറിയത്. അവിടെ നിന്ന് നല്ലൊരു അപ് ട്രെൻഡിൻ്റെ നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് അവിടെ കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോർണിംഗിൽ തന്നെ ബൈ ഇൻഡിക്കേഷൻ തന്നെങ്കിലും അവിടുന്ന് താഴത്തെ ബാർക്കൾ അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ കൺഫർമേഷൻ കിട്ടിയിരുന്നില്ല. സൈഡ് വേസിന് വ്യക്തമായിട്ട് അവിടെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ട്രേഡ് എടുക്കേണ്ടാത്തതുകൊണ്ട് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി. അത് കഴിഞ്ഞാൽ ആ കൺഫർമേഷൻ നമുക്ക് ഈ ബൈ കൺഫർമേഷൻ നമുക്ക് കിട്ടിയത് നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വിടുന്നതാണ്. അവിടുന്ന് മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. അത് തിരിച്ച് മാർക്കറ്റ് ഇവിടെ ഡൗൺ വന്നെങ്കിൽ കൺഫേം ആദ്യം പിന്നെ മാർക്കറ്റ് കയറി. ഇപ്പോൾ ലാസ്റ്റ് വന്ന ട്രേഡ് ആണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അവിടെ എൻട്രി പോയിന്റ് ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ആണ്. അതേപോലെ തന്നെ നമുക്ക് നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് ഇൻഡെക്സിനെ നോക്കുകയാണെങ്കിൽ അവിടുന്ന് ആ ബൈ കട്ടിയ ശേഷം അവിടെ നിന്ന് സെല്ല് കിട്ടും. പക്ഷേ ഈ സെൽ ട്രേഡ് ഇവിടെ എടുത്തവർക്ക് തിരിച്ച് മാർക്കറ്റ് റിവേഴ്സ് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു റിവേഴ്സൽ നമ്മളെടുത്ത് മിസ്റ്റേക്ക് ആയിട്ട് ട്രേഡ് പെട്ടെന്ന് റിവേഴ്സ് തോന്നി. എക്സിറ്റ് ലെവലാണ് എക്സ്ട്രാ കളർ, ഈ ബ്ലൂ കളർ, അതേപോലെ ഓറഞ്ച്, ഹോളോ ക്യാൻഡിൽസ്, പിന്നെ വൈറ്റ്, ഈ 4 കളേഴ്സ് സൈഡ് വേസ് ആയിട്ട് ഇൻഡിക്കേഷൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രേഡ് എടുത്ത് ഇൻ കേസ് റിവേഴ്സ് പോയാൽ നമുക്ക് അവിടെ കളേഴ്സ് ചെയ്യെങ്കിൽ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാം.